എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ കുറേ അധികം ബ്രാൻഡുകളുടെ നെക്ക് ബാൻഡുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഞാനിവിടെ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുവാണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാനത് എൻ്റെ അഭിപ്രായം അതിൽ തിരിച്ച് റിപ്ലൈ ആയിട്ട് തരുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിൽ നോക്കുവാണെങ്കിൽ റോക്കേഴ്സ് 235 V2 1199 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് വെറും 799 രൂപയ്ക്കാണ്. ഇടതുവശത്തെ കമ്പാർട്ട്മെന്റ് കോൾ വരുമ്പോഴത്തേക്ക് വൈബ്രേറ്റ് ആവും. അതാണ് അതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി 255 1299 പ്രോഡക്റ്റ് 799 കൂടാതെ 255 Pro 1299 പ്രോഡക്റ്റ് 899 ലഭ്യമാകുന്നു. 255നേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 255 Pro ആണ്. ഇനി 255 Pro Plus നോക്കുവാണെങ്കിൽ 1499 പ്രോഡക്റ്റ് 999 ലഭ്യമാകും. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു 255 Pro Plus എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ വില എന്ന് പറയുന്നത് 999 ആണ് കേട്ടോ. സ്റ്റോക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റിന് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇനി 265 V2 1499 പ്രോഡക്റ്റ് 1799 261 സ്പോർട്ട് മോഡലാണ് 1199 പ്രോഡക്റ്റ് 999 ലഭ്യമാകുന്നു. കൂടാതെ 333 അത്യാവശ്യം നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് 333 1499 പ്രോഡക്റ്റ് 1099 ലഭ്യമാകുന്നു. 333 ചിലർ പറയുന്നുണ്ട് അതിന്റെ മൈക്ക് ക്വാളിറ്റി അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല എന്നൊക്കെ. പക്ഷെ ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി 335 നോക്കുവാണെങ്കിൽ 1599 പ്രോഡക്റ്റ് 1299 ലഭ്യമാകുന്നു. ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകുന്ന ഈ ഒരു 335 സ്മാർട്ട് ബഡ്, അതായത് നമ്മുടെ ഇയർബഡുകൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആവുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് സ്മാർട്ട് ബഡ് എന്ന് പറയുന്നത്. അത് ഇതിൽ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകുന്ന മോഡലുകളിൽ ഉണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ സ്മാർട്ട് ബഡും അല്ലെങ്കിൽ സ്മാർട്ട് ബഡ് അല്ലാത്തതും വെച്ചിട്ട് രണ്ട് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ പക്ഷേ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ ഒരു 335 ഫ്ലിപ്കാർട്ട് വേർഷനിൽ സ്മാർട്ട് ബഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ പ്രോ ബേസിക് കർവ് 999 പ്രോഡക്റ്റ് 799 കർവ് പ്രോ 1099 പ്രോഡക്റ്റ് 899 ലഭ്യമാകും. ഇവിടെയും നമ്മുടെ ബോട്ടിൽ ഞാൻ പറഞ്ഞ പോലെ 255 വാങ്ങിക്കുന്നതിനേക്കാളും 255 പ്രോ വാങ്ങിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കർവ് വാങ്ങിക്കുന്നതിനുള്ള നല്ലത് കർവ് പ്രോ വാങ്ങിക്കുന്നതാണ്. ഇനി ഫ്ലോ എക്സ് നോക്കുവാണെങ്കിൽ 1199 നോർമൽ റേറ്റ്. ഇനി എക്സ് ചാർജ് നോക്കുവാണെങ്കിൽ 1099 പ്രോഡക്റ്റ് 699 799 എസ്കേപ്പ് 999 പ്രോഡക്റ്റ് 699 ബസ്റ്റർ 1799 പ്രോഡക്റ്റ് 1299 ലഭ്യമാകുന്നു. ബസ്റ്റർ എന്തായാലും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇനി X1WL 1899 പ്രോഡക്റ്റ് 699 ലഭ്യമാകുന്നു. ബോൾട്ടിലോട് ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോൾട്ടിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക. കൂടാതെ വാറണ്ടി വലിയ സുഖമല്ലാത്തതെന്നാണ് പറയണത്. പക്ഷേ ബോട്ടിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ റിയൽമി ബഡ്സ് വയർലെസ് ആദ്യത്തെ അവരുടെ നെക്ക് ബാൻഡാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിലൊരു അൺബോക്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 1799 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ റേറ്റ് തന്നെയാണ് 1799. അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് പ്രോഡക്റ്റുകൾ ബഡ്സ് വയർലെസ് 2 അതുപോലെ തന്നെ ബഡ്സ് വയർലെസ് 2 നിയോ. ബഡ്സ് വയർലെസ് 2 എന്ന് പറയുന്നത് 2299 രൂപയുടെ പ്രോഡക്റ്റ് 1999 ലഭ്യമാകുന്നു. LDAC ടെക്നോളജിയൊക്കെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ബഡ്സ് വയർലെസ് 2 നിയോ 1499 പ്രോഡക്റ്റ് 1299 ലഭ്യമാകുന്നു. ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്സ് വയർലെസ് നിങ്ങൾ 1800 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും ഉറപ്പായിട്ടും ഒരു 200 രൂപ കൂടെ കൂട്ടിയിട്ട് ബഡ്സ് വയർലെസ് 2 വാങ്ങിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 500 രൂപ സേവ് ചെയ്തിട്ട് 1299 ബഡ്സ് വയർലെസ് 2 നിയോ വാങ്ങിക്കുക. ഇനി ഡിസോയിലേക്ക് വരണമെങ്കിൽ ഡിസോ വയർലെസ് 1299 പ്രോഡക്റ്റ് 1099 ലഭ്യമാകുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിന് വെറും 999, അതായത് 100 രൂപ കൂടി കുറവായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഡിസോ വയർലെസ് എന്ന് പറയുന്നത്. അതിൽ AC കോഡൊക്കെ ഇല്ല എന്നുള്ളൊരു ചെറിയൊരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ നോയ്സിൻ്റെ 3 പ്രോഡക്റ്റുകൾ ഇവിടെ ഇപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് 2 ലിസ്റ്റ് ഔട്ടേ ചെയ്യുന്നില്ല. ട്യൂൺ എലൈറ്റും അതേപോലെ തന്നെ ട്യൂൺ ആക്റ്റീവ് പ്ലസും. ട്യൂൺ ചാർജ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് 1399 പ്രോഡക്റ്റ് 1299 ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കൂടാതെ നെർവ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റുകളിൽ ഒന്ന് അത് 999 പ്രോഡക്റ്റ് 799 കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നോയ്സിൻ്റെ കോമ്പാറ്റ് 1499 നമുക്ക് ലഭ്യമാകുന്നു. 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് ഉണ്ടെന്നുള്ളൊരു സവിശേഷതയാണ് ഈ ഒരു നോയ്സ് കോമ്പാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നോയ്സ് ആണ് ആക്ച്വലി ഈ ഒരു എന്താ പറയുക നെക്ക് ബാൻഡുകളിൽ
കുറേ അധികം പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ഫ്ലെയറിൽ നോക്കുവാണെങ്കിൽ, അതായത് നോയ്സ് ഫ്ലെയർ ആമസോണിൽ ലഭ്യമാകുന്ന പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ടച്ച് കൺട്രോൾസ് ആണ് MFBക്ക് പകരം. ഇവിടെ നമുക്ക് ആണെങ്കിൽ ഏറ്റവും ലോ ലേറ്റൻസി ആയിട്ടുള്ള, അതായത് 45 ms അൾട്രാ ലോ ലേറ്റൻസി വെച്ചിട്ട് അടുത്തൊരു നെക്ക് ബാൻഡ് കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും നോയ്സിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. നോയ്സിൻ്റെ ഇയർബഡുകളിൽ മാത്രമേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, എന്നാൽ ഇവിടെ നെക്ക് ബാൻഡ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂൺ ചാർജും ട്യൂൺ ആക്റ്റീവ് പ്ലസും ട്യൂൺ ആക്റ്റീവും ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇനി മിവിയിലേക്ക് വരുവാണെങ്കിൽ കോളർ ക്ലാസിക് 999 പ്രോഡക്റ്റ് 699 കോളർ 2A 1199 പ്രോഡക്റ്റ് 799 ലഭ്യമാകുന്നു. കോളർ ക്ലാസിക് നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ബിൽഡ് ക്വാളിറ്റി പ്രശ്നം മാത്രമേ ഉള്ളൂ, പക്ഷേ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം ഉണ്ട്. 699 ഓക്കെ ആണ്. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ 700 രൂപ മാത്രമേ ഉള്ളൂവെങ്കിൽ മാത്രം അതിലേക്ക് പോകുക. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു 100 രൂപ കൂടിയൊക്കെ ഇടാമെങ്കിൽ ഒന്നെങ്കിൽ റോക്കസ് 235 V2 അല്ലെങ്കിൽ 255 Pro ഒക്കെ അതിലേക്കൊക്കെ ഒന്ന് പോവുക. ഇനി സോണിക് റെഡ്മിയുടെ സോണിക് ബേസ് നോക്കുകയാണെങ്കിൽ 1299 പ്രോഡക്റ്റ് 1099 അതിനില്ല കേട്ടോ എന്തായാലും. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാൻ നോക്കണ്ട. കൂടാതെ OnePlus ബുള്ളറ്റ് വയർലെസ് C ബേസ് എഡിഷൻ 1999 പ്രോഡക്റ്റ് 1799 ലഭ്യമാകുന്നു. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കൂടാതെ ഇൻഫിനിറ്റിയുടെ ഗ്ലൈഡ് N120 1199 പ്രോഡക്റ്റ് 999 ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ല ബേസ് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഗ്ലൈഡ് N120. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് പറഞ്ഞാൽ വർത്ത് ബൈങ് ആകുന്ന, അത്യാവശ്യം വർത്ത് ബൈങ് ആകുന്ന കുറച്ച് നെക്ക് ബാൻഡുകൾ. ഇതല്ലാണ്ട് കുറേ ബ്രാൻഡുകൾ എന്ന് പറയുന്നത് അരോമ അല്ലെങ്കിൽ പീട്രോൺ, U&I എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഉണ്ട്. U&I എന്നൊക്കെ വെച്ചാൽ പ്രത്യേകിച്ച് 500 രൂപയ്ക്ക് താഴെയാണ് പ്രോഡക്റ്റുകളുടെ വില എന്ന് പറയുന്നത്. എന്നാൽ അതിനൊക്കെ ചിലതിന് വാറണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. കാരണം നമ്മൾ വാങ്ങിച്ച് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടിയാൽ പൈസ നമ്മുടെ പോയി. അതേപോലെ തന്നെ പീട്രോൺ നെക്ക് ബാൻഡുകൾ ഭയങ്കര ഒരു മ്യൂസിക് ക്വാളിറ്റി ഒന്നും എനിക്ക് അവിടെ എവിടെയൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതും ഇവിടെ അങ്ങോട്ട് പറയാത്തത്. പിന്നെ അരോമയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ ബോക്സ് ചെയ്തിട്ടുണ്ട്, അതും ഇവിടെ പറഞ്ഞില്ല. പിന്നെ ഉണ്ട് കുറേ അധികം പ്രോഡക്റ്റുകൾ. എന്തായാലും ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം ഓക്കെ ആണെന്നുള്ള ബ്രാൻഡുകളുടെ നെക്ക് ബാൻഡുകളാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.